പയ്യൻ നല്ലതാ, എഞ്ചിനീയറുമാ. സിന്ധുവിന് നല്ല മാച്ചും ആയിരിക്കും. വിശ്വത്തിന് അറിയായിരിക്കണമല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എന്താ നേരല്ലയോ? അതെ. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ കുടുംബത്തിൽപ്പെട്ടതായതുകൊണ്ട് പറയല്ല, നല്ല സ്വഭാവമാ. എനിക്ക് എത്ര കാലമായിട്ട് അറിയാവുന്ന കുട്ടിയാ. ഇത്രയും വലിയ ഉദ്യോഗസ്ഥനായിട്ടും അന്നത്തെ മട്ടും പഴുതിയും തന്നെ ഇപ്പോഴും. ഞാൻ വെറുതെ സിന്ധുവിന്റെ ജാതകം ഒന്ന് ഒത്തു നോക്കി, ഒരു ചേർച്ചക്കുറവില്ല. ആഹാ, അതും കഴിഞ്ഞോ? പിന്നല്ലാതെ. പക്ഷേ സുമകളെ, അത്രയും നല്ലൊരു പയ്യനെന്ന് പറയുമ്പോ അതിനനുസരിച്ച് നമ്മളും എല്ലാം ചെയ്യണ്ടേ? കാശായിട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും ഒരു 10-30 പവന്റെ ആഭരണമെങ്കിലും ഇട്ടയക്കണ്ടേ? അത് പിന്നെ നമ്മുടെ വില കളയാത്ത തരത്തില്. ആ അതാ 30 പവനെന്ന് പറയുമ്പോഴേ ഇപ്പൊ രൂപ 75,000. നമ്മൾ വിചാരിച്ച ഇപ്പൊ ഉടനെ എവിടുന്നാ 75,000 1 ലക്ഷം? കുറെ പുഞ്ചിയോ പാടോ കൊടുക്കാന്ന് വെച്ചാ ഇപ്പൊ ആർക്കാ നെൽകൃഷി വേണ്ട? ഓ, അതൊക്കെ അവളുടെ തലയിൽ എന്തെഴുതിയോ അതുപോലെ നടക്കും. ചേച്ചി ഒരു കാര്യം ചെയ്യും, ആ ആലോചന വിടണ്ട. നമുക്ക് 2 മാസത്തിലൂടെ നിശ്ചയം നടത്തി ഉറിങ് എക്സ്ചേഞ്ച് കഴിച്ചു വെക്കാം. ഒരു 8-9 മാസത്തിനപ്പുറത്ത് കല്യാണം. അത് മതി. എങ്കിൽ നമുക്ക് നടത്താം. ഞാനൊരു ചിട്ടിക്ക് കയറുന്നുണ്ട്. നമ്മുടെ ആവശ്യം വരുമ്പോ ഒരു 10-70 രൂപ പിടിക്കത്തക്ക രീതിയിൽ. അച്ഛനോട് പറഞ്ഞോ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോളാൻ. ഞാനല്ലേ പറയുന്നേ. നല്ല ബന്ധമാ ചേച്ചി, വിടണ്ട. വിശ്വം പറയുന്ന പോലെ ചെയ്താ മതി. വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാ. നോക്കിയപ്പോ വലിയ പ്രതിഷേധമൊന്നും കാണാനില്ല. എന്താ ധൃതി? ധൃതിയോ? കൂടെ പഠിച്ചിരുന്നവന്മാരിലെ എന്നേ പെണ്ണ് കിട്ടി കഴിഞ്ഞു. ചിലര് 2 തന്തമാര് വരെയായി. ഇവിടെ അമ്പിളിയുടെ വീട്ടിലെങ്ങനാ? അച്ഛൻ എന്ത് പറയുന്നു? ഹാപ്പി ആയിരിക്കണമെന്ന് തോന്നുന്നു. ഒരു ദിവസം വീട് വരെ ഒന്ന് വരേണ്ടി വരും. ഇപ്പൊ വേണേ വരാലോ. ഇപ്പൊ വേണ്ട, വരേണ്ടപ്പോ ഞാൻ പറയാം. ഓഫീസിൽ MD-യുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്തോ. അങ്ങേരുടെ കാര്യം നമ്മൾ എന്തിനാ തിരക്കുന്നേ? അല്ല, പുള്ളി ആളൊരു പ്രത്യേക സ്വഭാവക്കാരനാന്നല്ലയോ പറയുന്നത്. പ്രത്യേക സ്വഭാവമൊക്കെ എടുക്കേണ്ടവരടുത്ത് എടുക്കൂ. സക്സസ്ഫുൾ ആവുന്ന തോന്നുന്നിടത്തെ പുള്ളി ട്രൈ ചെയ്യൂ. അല്ലാത്തവരെ ഒഴിവാക്കി കളയും. പെണ്ണിനെ കൊണ്ട് തരാമെന്ന് പറഞ്ഞ് കാശ് മേടിച്ചോണ്ട് പോയിട്ട് ഒടുവിൽ പെണ്ണുമില്ല കാശുമില്ല. അല്ലടാ ബാസ്റ്റേഡ്. അയ്യോ, നീ എന്താ വിചാരിച്ചേ? എന്തെങ്കിലും എന്റെ മുമ്പിൽ ഒന്നും ചാടത്തില്ലെന്ന്? ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച 2000 രൂപയായി എണ്ണിത്തരാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. യു ആർ ടോട്ടലി മിസ്റ്റേക്കൻ. പ്ലീസ് ലിസൺ ടു മീ. അഭ്യാസം ഇറക്കാതെ വെയ്യടാ പട്ടി കാശ്. മാന്യത വിചാരിച്ച് ഞാൻ നിന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പൊയ്ക്കോളൂ എന്ന് കരുതി. എനിക്ക് അതിൽ കുറച്ചുള്ള മാന്യത മതി. എടാ, സ്ട്രീറ്റിൽ നിന്ന് വന്നവനാ ഞാനും. ശരിക്ക് കഷ്ടപ്പെട്ടിട്ടാ കാശുണ്ടാക്കുന്നത്. കാണാൻ കൊള്ളാവുന്ന ഒരു ചരക്കിനെ കാണിച്ചു തന്നിട്ട് 2000 രൂപ കൊടുത്താൽ അവളെ ബുക്ക് ചെയ്തുകൊണ്ട് തരാമെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ച് കാശും കൊണ്ട് മുങ്ങിയ കള്ളം. 2000 ഉലുവ പോയത് മിച്ചം.
ഇന്ന് വരെ പെണ്ണിനെയും കണ്ടിട്ടില്ല, ഇവനെയും കണ്ടിട്ടില്ല. Calm down for a moment. നിങ്ങൾ ആരെങ്കിലും പറ്റിച്ചായിരിക്കും, പക്ഷെ അത് ഞാനല്ല. സി, എന്റെ അഡ്രസ് കാർഡ്. ഐ എം വിശ്വനാഥൻ. ഇവിടെ ഫീനിക്സ് എക്സ്പോർട്സിലെ പ്രൊഫഷണൽ ഓഫീസറാണ് ഞാൻ. നിങ്ങൾ ഈ കാർഡ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കണം ബിഫോർ ജമ്പിങ് ഇൻ കൺക്ലൂഷൻസ്. ദാ വേണമെങ്കിൽ ഫോൺ ചെയ്ത് ചോദിച്ചോളൂ. മൈ ഓഫീസ് നമ്പർ ഇസ് there. You can talk to my officer. He will confirm my statements. Hey, what is this? വണ്ടി കയറ്. അയ്യോടാ വണ്ടിയില്. ഫോൺ ചെയ്യണ്ട, ഞാൻ വരാൻ നിന്റെ കൂടെ. സർ, ഇവിടുന്ന് റൈറ്റ്. അറിയാം, പറഞ്ഞു തരണ്ട. See, this is my office. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആള് കയറ്റിന്ന്. ഇൻഫാക്ട് ഞാന് മതി മതി, നീ ആഫീസിൽ കയറ്, ഞാൻ നോക്കട്ടെ. സാറിനെ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ലാം. ഇന്ന് വൈകിട്ട് ഓഫീസ് സർവീസ് കഴിഞ്ഞ് by 6:37 മിസ്റ്റർ വിശ്വനാഥൻ എന്നെ ഒന്ന് കാണണം. സർ. ഹോട്ടൽ 5-നെ അറിയാം സർ. അവിടെ വന്നാൽ മതി. ഐ വിൽ ബി ദെയർ. സർ. വൈകിക്കരുത്, 7 മണിക്ക് മുമ്പ് എത്തിക്കണം. സർ. Yes. ഭയങ്കര പങ്ക്ച്വലാണല്ലോ. ഇരിക്ക. താനൊരു ഡ്രിങ്ക് കഴിക്കുന്നോ? വേണ്ട സർ, താങ്ക്സ്. അതെന്താ? ഒന്നുമില്ല സർ, വേണ്ട, ഞാൻ കഴിക്കാറില്ല. ഓഹോ.
ഈ ഹോട്ടലിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഇല്ല സർ, ഇത് ഫസ്റ്റ് ടൈമാ. ഷുവറാണോ? ഓർത്തു നോക്കി. സർ, ഞാന് ഭയങ്കര ഈശ്വര വിശ്വാസിയാ. അത് ഈ 2-2.5 മാസം കൊണ്ട് മനസ്സിലായി കാണുമല്ലോ. അറിയാം സർ. എന്റെ ഭക്തി ഷോ അല്ല, ഉള്ളി തട്ടിയതാ. അതുകൊണ്ട് അബദ്ധങ്ങളിൽ ചാടാൻ തുടങ്ങിയാലും എനിക്ക് അബദ്ധങ്ങൾ അങ്ങനെ പറ്റാറില്ല. ലാസ്റ്റ് മിനിറ്റില് എങ്ങനെങ്കിലും ഞാൻ അതിന് തട്ടി മാറും. തന്നെ അടുത്ത മാസം പെർമനന്റ് ആക്കി തൂത്തുക്കുടിയിൽ ഓപ്പൺ ചെയ്യുന്ന പുതിയ ബ്രാഞ്ചിന്റെ ചാർജ് ഏൽപ്പിക്കാം എന്ന് ഞാൻ വിചാരിച്ചിരുന്ന. എനിക്കത് പറ്റിപ്പോയനെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഈശ്വര വിശ്വാസം. അല്ല സർ, ഒരു പക്ഷേ 1 മാസം കഴിഞ്ഞാണ് കുര്യച്ചൻ നിന്നെ കാണുന്നതെങ്കിൽ നീ ഒരിക്കലും എക്സ്പോസ്ഡ് ആവുകയില്ലായിരുന്നു. നമ്മൾ തമ്മിൽ അന്ന് കണ്ടില്ലല്ലോ. സാർ ഞാൻ ജീന ജോസഫിന് കൊടുക്കാനെന്നും പറഞ്ഞ് കുര്യച്ചന്റെ നീ വാങ്ങിച്ച 2000 രൂപയില് 1000 ഇട്ടത് ഞാനാ. അത് നീ അറിഞ്ഞില്ല അല്ലേടാ ബാസ്റ്റേർഡ്. നീ വിടല്ലേ അങ്ങനെ അങ്ങ് പോയാലോ? ഇങ്ങോട്ട് പാടാ. നിന്നെ ഇന്നെ മിണ്ടരുത്, മിണ്ടരുത്. വിടന്ന മതി മതി. ആ ചത്താ പിന്നെ നമ്മൾ ഉത്തരം പറയണം. ആഹാ. ഇന്ന് പൊയ്ക്കോട്ടെ എരപ്പാളി. അവന്റെ കാശ് കിട്ടാനല്ലേ നിനക്ക് ഇത് തന്നത്. ഇത്രയും നാൾ നല്ല പിള്ള കളിച്ച് എന്നെ എന്റെ ബിസിനസിനെ ചീറ്റ് ചെയ്തേനാ. മേലാലി അഭ്യാസം വേറെ ഒരിടത്ത് നീ ഇറക്കരുത്. സാർ, ഞാനല്ല നിങ്ങളെ ചീറ്റ് ചെയ്ത്. എന്നെ പോലെ ഇരിക്കുന്ന വേറെ സിറ്റിയിലുണ്ട്. വൺ ഹു ലുക്സ് എക്സാക്ട്ലി ലൈക്ക് മീ. അവനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈസ് എ വാണ്ടഡ് ക്രിമിനൽ. പിന്നെ വടിയാക്കാൻ നോക്കുന്നു. Get out from this room. All right. Bastard. ഇറങ്ങി. എടാ പിമ്പ് റാസ്കൽ, നാളെ മുതൽ നിന്നെ എന്റെ ഓഫീസിൽ കണ്ടുപോരുത്. ഓഫീസിലൊന്നല്ല, അറിയാതെ പോലും എവിടെങ്കിലും വെച്ച് എന്റെ മുമ്പിൽ ഒന്ന് ചാടിപ്പോയാൽ that will be your funeral. എന്താ ആശാനെ, കോടവല്ലാണോ? പോടാ.